ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ, എനിക്കാണെങ്കിൽ കുറേ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആകെ മെസ്സേജാണ്. കാക്ക എന്തെങ്കിലും പണി ഉണ്ടോ, എന്തെങ്കിലും പണി ശരിയാക്കി തരുമോ, നിങ്ങളടുത്ത് എന്തെങ്കിലും പണി ഉണ്ടോ, നിങ്ങളെ കടയിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, ദുബായിക്ക് വന്ന പിന്നെ ദുബായിൽ വിസിറ്റിങ്ങിന് വന്നാണ് കുറേ ആൾക്കാർ, എടാ ഞാൻ വിസിറ്റിങ്ങിന് വന്നതാണ്, പണിയൊന്നും റെഡി ആയിട്ടില്ല, എന്തെങ്കിലും പണി ഉണ്ടോ, കുറേ ഡിഗ്രി ക്വാളിഫിക്കേഷനിലൊക്കെ എല്ലാ ആൾക്കാരൊക്കെ കയറി ഇങ്ങനെ മെസ്സേജ് അയക്കണേ, എന്തേലും പണി ശരിയാക്കി തരുമെന്നൊക്കെ പറഞ്ഞാണ്ട്. ഞാൻ അവർക്കൊക്കെ എവിടുന്ന പണി ശരിയാക്കി കൊടുക്കണേ? എനിക്ക് തന്നെ ഈ പണി എങ്ങനെയൊക്കെ കിട്ടിയതാണ്. ഞാൻ എന്താ വെച്ചാൽ, നാട്ടിൽ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് ഏകദേശം ഒരു കൊല്ലത്തോളം ഞാൻ വർക്ക് ചെയ്തതിന്. അപ്പോൾ ആ സമയത്ത് പിന്നെ അവിടെ നിന്ന് നിർത്തി പോകുന്നത്. പിന്നെ എന്തെന്നില്ല ചോദ്യമായി, ഗൾഫിലേക്ക് പോകാമെന്നില്ല. ഞാൻ എൻ്റെ ചങ്ങായി ഉണ്ട്, അർഷദ് അലി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബാർബറാണ്. ഈ ബാർബർമാർക്ക് എന്താ വെച്ചാൽ, ഇവരടുത്തേക്ക് കുറേ ആൾക്കാർ വരും. അതായത് പല ജാതി ആൾക്കാരേക്കാരം, പല സൈസിലുള്ള പല 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 ലെവലിലുള്ള ആൾക്കാരേക്കാരം. അപ്പോൾ ഇവൻ്റെ അടുത്തേക്ക് വന്ന ഒരാളാണ് ഇപ്പോൾ എൻ്റെ മുതലാളി. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ ഞാൻ അങ്ങോട്ട് വന്ന്. അങ്ങനെയാണ് എനിക്കിവിടെ ജോലി കിട്ടിയത്. അപ്പോൾ ജോലി അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഡെയിലി യൂട്യൂബിലേക്ക് വ്ളോഗ് ഇടണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഡെയിലി ഒരേ വിഷ്വൽസ് ഒരേ വാർത്ത ഇതാവുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൂലേ? അതാണ് സംഭവം. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നിങ്ങനെ, പിന്നെ പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഇടണം, യൂട്യൂബിൽ ഇടണം, ഒക്കെ പാടെ സെറ്റാക്കിക്കൊണ്ട് ഇങ്ങനെ 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 വരികയാണ്. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് ഗൾഫിക്ക്, അതായത് UAE ദുബായിൽ നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ഡിഗ്രി PG അങ്ങനെ വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് ഒരു കാര്യമല്ല. അങ്ങനെയല്ല, കുറേ ആൾക്കാരുടെ പാർക്കിലും അവിടെ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ തിന്നാൻ കിട്ടാ ഇതൊക്കെ നടക്കുന്നുണ്ട്. നല്ല ആൾക്കാർ നല്ല പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടി എന്താ വെച്ചാൽ, നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ ഒരാൾ വേണം. ഇപ്പോൾ എക്സാമ്പിൾ ഇന്നെ തന്നെ എൻ്റെ ചങ്ങായി ഓനെ റെക്കമെൻഡ് ചെയ്തതാണ് എനിക്ക് പെട്ടെന്ന് കിട്ടിയത്. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ CV കമ്പനി മുഖാന്തരം അങ്ങനെ നടക്കണൊക്കെ ഉണ്ട്. അത് UAE വിസിറ്റിംഗ് വന്ന് അതിപ്പോൾ ഒരു ജോബ് ഓഫർ ഉണ്ടെങ്കിൽ അതിനൊരു 100-150 ആൾക്കാരുണ്ടാവും, അതിലൊരാൾക്കേ കിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഇതിൽ മെയിനായിട്ട് റെക്കമെൻഡേഷനാണ് വേണ്ടത്. ഇപ്പോൾ കുറേ ആൾക്കാർ ഏജൻസി മുഖേനൊക്കെ കയറി വരുന്നുണ്ട്. അതായത് ഈ യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ പോണ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഏജൻസി മുഖേന തന്നെ. ഇത് UAE കൊണ്ട് ഏജൻസി മുഖേനയൊക്കെ കയറി വന്നാണ്ട് ഓരോരുത്തർ മെസ്സേജ് വെക്കണം, ഏജൻസി മുഖേന വന്നതാണ്, ആകെ പെട്ടിരിക്കുകയാണ്, റൂമിലിരിക്കുകയാണ് എന്നൊക്കെ അല്ലേ. പിന്നെ എന്താ വെച്ചാൽ മെയിനായിട്ട് പറയാനുള്ള കാര്യം, ഇവിടെ വന്ന പണികാരം എന്നും പണികാരം. ഞാൻ ഇപ്പോൾ എനിക്ക് വരാനുള്ളവരോടൊക്കെ ആഗ്രഹമുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ വന്നാണ്ട് പണിയെടുക്കണ മാതിരി നാട്ടിൽ പണിയെടുക്കുകയാണെങ്കിൽ ഇതിലേറെ പൈസ കിട്ടും. കാരണം എന്തായാലും 12 മണിക്കൂർ പണി എടുക്കേണ്ടി വരും. അത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ അപ്പോഴും ഇപ്പോഴൊക്കെ കിട്ടണ എപ്പോഴേലും ലീവ് കിട്ടണേ ഉണ്ടാവുള്ളൂ. ആ ഒരു സിറ്റുവേഷനുകൾ നാട്ടിൽ ആലോചിച്ച് നോക്കി. നാട്ടിലൊക്കെ പെയിൻറ്റ് പണിക്ക് പോയാൽ 1000-1200 കൂലി കിട്ടും. ഒരു മാസം പോവുകയാണെങ്കിൽ, അതായത് 30 ദിവസം പണിക്ക് പോവുകയാണെങ്കിൽ, 30 ദിവസം പണിയില്ലെങ്കിൽ പോട്ടെ, എന്നാൽ വേറെ ഏതെങ്കിലും കടയിൽ സ്ഥിരമായിട്ട് പണി ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഇതൊക്കെ ആകുമ്പോൾ. ഇനിയിപ്പോൾ പെയിൻറ്റിങ് ആകുമ്പോൾ പണി ഉണ്ടാവില്ല, അങ്ങനത്തത് അത് ഇതൊക്കെ ഉണ്ടാവും. ആ മര്യാദയ്ക്ക് പണിക്ക് പോയാൽ നാട്ടിലും പൈസ ഉണ്ടാവും. പിന്നെ ഇജ്ജെന്തിൻ്റെ ഗൾഫിൽ ചോദിച്ചു. എനിക്കൊന്നാന്ന് വെച്ചാൽ, എനിക്ക് ഗൾഫ് ഇഷ്ടമല്ല, ഗൾഫല്ല, എനിക്ക് നാട്ടിൽ നിന്നാണ് കുറേ നിൽക്കുമ്പോൾ തോന്നും ഗൾഫിൽ പോകണം, ഗൾഫിൽ നിൽക്കുമ്പോൾ തോന്നും കുറച്ച് കഴിയുമ്പോൾ നാട്ടിൽ പോകണം. നാട്ടിൽ ഇനി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഇനി UAE തന്നെ, അതാണ് പ്ലാന്. ഇവിടെ നിൽക്കുക, എൻ്റെ വൈഫിനെയും കൊണ്ടുവരണം, അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഉമ്മാനും ഉപ്പാനെയും കൊണ്ടുവരണം, അനിയനെ കൊണ്ടുവരണം, എല്ലാവരും കൊണ്ടുവരണം. ഇത് ഇവിടെ നിൽക്കുക. നാട്ടിലേക്ക് എന്താക്കുക, ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വെക്കേഷന് പോവുക, കണ്ടാണ്ട് വരക്കാരെയും കുടുംബക്കാരെയൊക്കെ കണ്ട് നമ്മളെ കുടുംബ ബന്ധമൊക്കെ പുലർത്തി അങ്ങനെയൊക്കെ ജീവിക്കാൻ ഏറ്റവും നല്ലത് UAE ആണ്. കയ്യിൽ പൈസ വേണം. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്നൊക്കെ ഒരുപാട് തെന്നി മാറി പോയിക്കണം. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കയറി വരുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ റെക്കമെൻഡേഷനാണ് ഇവിടെ മെയിൻ. ഇപ്പോൾ നിങ്ങളൊക്കെ ഇതിലൊക്കെ ദുബായിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓരോടൊക്കെ പറയാം, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയണം. അങ്ങനെയൊക്കെ പറയാം. ഒരുവിധം കുടുംബക്കാരും അറിയുന്ന ആൾക്കാരൊന്നും സ്വന്തം സ്ഥാപനത്തേക്ക് കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. എന്നാലും വേറെ ആരുടെയും എന്തെങ്കിലുമൊക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. കാരണം നിങ്ങൾക്ക് ഗൾഫിലേക്ക് പോകണമെന്നില്ല അമിതമായി ആഗ്രഹിച്ചാണ് ഇങ്ങനെ നടന്നാൽ മതി, എല്ലാം ശരിയാവും, എല്ലായിടത്തും ശരിയാവും. ഓക്കെ, പിന്നെ ഇപ്പം എന്താ, അങ്ങനെ പോവുകയാണെങ്കിൽ